യഥാർത്ഥത്തിൽ എന്തിനാണ് CJ റോയ് ആത്മഹത്യ ചെയ്തത്? റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഓൺലൈൻ മീഡിയകളിൽ ആദ്യത്തെ വീഡിയോ നമ്മുടേതായിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമുക്കുള്ള ദുഃഖമൊക്കെ രേഖപ്പെടുത്തി. നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു, ചിലത് പറഞ്ഞില്ല. പറയാതിരുന്ന കാര്യങ്ങൾ നമുക്കിന്ന് പറയണം. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയാക്കിയ വെടിയൊച്ചയുടെ മൂളൽ മാറും മുമ്പ് തന്നെ ദുരൂഹത എന്നുള്ള ആസ്പെക്റ്റ് പറയുന്നതിനകത്ത് ഒരു അനൗചിത്യമുണ്ടായിരുന്നു. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ മരണം കേന്ദ്ര സർക്കാർ വരുത്തി വെച്ച മരണമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനും ലീഗൽ അഡ്വൈസറും ഉൾപ്പെടെ പറയുന്നു. വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനായ CJ ബാബു. പിന്നെ അദ്ദേഹത്തിൻ്റെ ലീഗൽ അഡ്വൈസർ പ്രകാശ് പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് റോയ് ആത്മഹത്യ ചെയ്തതെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നോക്കൂ, റോയ്ക്കെതിരെയുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഇൻകം ടാക്സ്, ED ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കാലങ്ങളായി നടന്നു വരികയാണ്. അരുൺ രാഘവ് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്, ദുബായ് ബേസ്ഡ് മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇന്നലെ വന്നിട്ടുണ്ട്. അതായത്, താൻ യാത്ര ചെയ്യുന്ന വിമാനം അപകടത്തിൽപ്പെടുകയാണെന്നറിഞ്ഞാലും ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. കാരണം ഇനി എൻ്റെ ബാസ്ക്കറ്റിൽ ഒന്നും ബാക്കിയില്ല, ഞാൻ എല്ലാം നേടിക്കഴിഞ്ഞു, ജീവിതത്തിൽ കിട്ടാവുന്നതെല്ലാം നേടിക്കഴിഞ്ഞു, അതുകൊണ്ട് മരണം എനിക്കൊരു പ്രശ്നമേ അല്ല എന്നൊക്കെ പറഞ്ഞ് അരുൺ രാഘവുമായി 1.5 മണിക്കൂർ നീളുന്നൊരു പോഡ്കാസ്റ്റ് റോയ് ചെയ്തിരുന്നു. ആ പോഡ്കാസ്റ്റ് എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് അരുൺ രാഘവിനോട് നിരന്തരം റോയ് ചോദിച്ചിരുന്നു. അവസാനം അപ്ലോഡ് ചെയ്തു. 1.5 മണിക്കൂറുള്ള പോഡ്കാസ്റ്റാണ്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റോയുടെ കോൾ വരുന്നു. എന്നിട്ട് പറയുന്നു, തൽക്കാലം അതൊന്ന് പ്രൈവറ്റാക്കി വെക്കണം, കാരണം എൻ്റെ സ്ഥാപനത്തിൽ ED റെയ്ഡ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അരുൺ രാഘവ് എഴുതിയിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അത് അപ്ലോഡ് ചെയ്തോളൂ എന്ന് പറയുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരാളുടെ സ്ഥാപനത്തിൽ കേന്ദ്ര സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസി ED ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റെയ്ഡ് നടത്തുന്നു. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയവുമായി ജീവിതയാത്രയുമായി ബന്ധപ്പെട്ട ഒരു പോഡ്കാസ്റ്റ്, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ED റെയ്ഡ് നടത്തിയതുകൊണ്ട് ആ പോഡ്കാസ്റ്റ് പിൻവലിക്കണം എന്ന് പറയുന്നതിനകത്തൊരു ദുരൂഹതയില്ലേ? കണ്ട, അപ്പോൾ അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ EDയുടെ ശ്രദ്ധയിൽപ്പെട്ട് ED അത് തപ്പിപ്പോയാലോ എന്നൊരാശങ്കയുണ്ടായിരുന്നു. അരുൺ രാഘവിൻ്റെ പോസ്റ്റ് അരുൺ രാഘവ് പിൻവലിക്കുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മളത് കണ്ടു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടില്ല, എടുത്ത് പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ റോയ്ക്കെതിരെയുള്ള അന്വേഷണം കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ട്. ഇൻകം ടാക്സിൻ്റെ നടപടിക്കെതിരെ കർണാടക ഹൈക്കോടതിയിൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് അതോറിറ്റിയിൽ റോയിയുടെ അപ്പീലുകളുണ്ട്. അപ്പോൾ നടപടി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. മാത്രമല്ല, 2 മാസം മുമ്പ് റോയിയുടെ സ്ഥാപനത്തിൻ്റെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ ടി.എ. ജോസഫിനെ ഇൻകം ടാക്സ് ചോദ്യം ചെയ്തിരുന്നു. ചില രേഖകൾ പിടിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ചില ലോക്കറുകൾ മുദ്ര വെച്ചു, സീൽ ചെയ്തു. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻകം ടാക്സിൻ്റെ ബാംഗ്ലൂരിൽ നടന്ന ഈ റെയ്ഡിന് ഇൻകം ടാക്സിൻ്റെ ബാംഗ്ലൂരിലെ ഓഫീസർമാരെ അല്ല നിയോഗിച്ചത്. കാരണം ബാംഗ്ലൂരിലെ ഓഫീസർമാർക്ക് ഒരുപക്ഷെ റോയിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ചില വിവരങ്ങൾ ചോർന്നു പോകുമോ എന്നുള്ള സംശയം കൊണ്ട് ഇൻകം ടാക്സിൻ്റെ കേരളത്തിലുള്ള അഡീഷണൽ കമ്മീഷണറായ കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ റെയ്ഡിന് പോയത്. മനസ്സിലായോ? ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം. അങ്ങനെ അവർ ദുബായിൽ നിന്ന് റോയിയെ വിളിച്ചു വരുത്തുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ ലോക്കർ തുറക്കാൻ, മുദ്ര വെച്ചിരിക്കുന്ന ലോക്കർ തുറക്കാൻ വേണ്ടിയിട്ട് റോയിയെ വിളിച്ചു വരുത്തുന്നു. ഏതാണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ 12 മണിക്കാണ് ഇൻകം ടാക്സിൻ്റെ സംഘം റോയിയുടെ ഓഫീസിലെത്തുന്നത്. 2 മണിക്ക് റോയി അവിടെയുണ്ട്. റോയി ഓഫീസിലൂടെ നടക്കുന്നു. 2:03 ചില രേഖകളിൽ ഒപ്പിടാൻ ഇൻകം ടാക്സിൻ്റെ ഓഫീസർമാർ റോയിയോട് ആവശ്യപ്പെടുന്നു. 2 മണി 3 മിനിറ്റ്. 3 മണിയായപ്പോൾ റോയി പെട്ടെന്ന് പറയുന്നു, എനിക്കെൻ്റെ ക്യാബിനിലേക്ക് പോകണം. അതിന് തൊട്ട് മുമ്പ് റോയിയോട് ആവശ്യപ്പെട്ടത് എന്താണ്? ക്യാബിനിലേക്ക് പോകാൻ റോയി തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? ചില രേഖകൾ എടുത്തു തരാമെന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്കർ തുറക്കാനുള്ള കീ എടുക്കാനാണോ? ഏതായാലും ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. ആളുകളുടെ വേറെ സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അവരോട് അനുവാദം വാങ്ങിച്ചിട്ട് ക്യാബിനിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അവർ കൂടി താല്പര്യമുള്ള എന്തോ കാര്യം എടുക്കാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോയി അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ ലോക്കർ തുറക്കാൻ ഇപ്പോഴും ലോക്കർ തുറന്നിട്ടില്ല. അങ്ങനെ ഇൻകം ടാക്സിൻ്റെ അനുമതിയോടെ 3 മണിക്ക് ക്യാബിനിലേക്ക് പോകുന്ന റോയി 3:10 തോക്കെടുത്ത് സ്വന്തം പിസ്റ്റൾ എടുത്ത് വെടിവെക്കുന്നു. ഇതാണ് സംഭവിച്ചത്.
അപ്പോൾ അതിൻ്റെ ക്രോണോളജിക്കലായിട്ടുള്ള സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ നോക്കൂ, കേരളത്തിലെ സംഘമല്ല, ബാംഗ്ലൂരിൽ നടക്കുന്ന, കർണാടകയിൽ നടക്കുന്ന റെയ്ഡിന് കേരളത്തിലെ ടീം പോയി. കേരളത്തിലെ സംഘമല്ല, ബാംഗ്ലൂരിലെ സംഘമല്ല, കേരളത്തിലെ സംഘം പോയി. അതിൻ്റെ ഒരു രഹസ്യാത്മകത നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തോട് സംസാരിക്കുന്നു, അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണ്. ആ ലോക്കർ ഇപ്പോഴും തുറന്നിട്ടില്ല. ആ ലോക്കറിൽ എന്താണ്? ഇതൊരു ചോദ്യമാണ്. ഇനി റോയിയെ സംബന്ധിച്ച്, റോയി വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരാളാണ്. അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് തുടങ്ങി. പിന്നെ ഹരിപ്പാടുള്ള ക്രിസ്റ്റൽ ഗ്രൂപ്പ്, ക്രിസ്റ്റൽ പ്രസാദ് എന്ന് പറയുന്ന ഒരാളുടെ സ്ഥാപനവുമായി സഹകരിച്ച് അതിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു. ആ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അവിടെ നിന്ന് അദ്ദേഹം മാറിയിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. റോയി ഒരു വലിയ പ്രസ്ഥാനമായി വളരുകയാണ്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വെറുതെ ചില്ലറ കളിയൊന്നുമില്ല. പണ്ട് റോയിയുടെ ചെറുപ്പകാലത്ത് റോയി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മാരുതി 800 മുമ്പ് ഒരു കാറുണ്ടായിരുന്നു, ഡോൾഫിൻ എന്ന് പറഞ്ഞ കാർ. മൊത്തം ഫൈബറിൻ്റെ ബോഡിയാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു നീല നിറത്തിലുള്ള ഡോൾഫിൻ കാറുണ്ടായിരുന്നു. ഒറ്റ സിംഗിൾ ഡോറോ മറ്റാണ്, അങ്ങനെ എൻ്റെ ഓർമ്മ. ഫൈബറാണ്, മെറ്റലല്ല, ഫൈബറിൻ്റെ കാറ്. ആ ഡോൾഫിൻ പോലത്തെ ഒരു കാറ് വാങ്ങാൻ വേണ്ടി അദ്ദേഹം കാത്തു നിന്നതും അത് കടക്കാരൻ ഓടിച്ചു വിട്ടതും അവസാനം ആദ്യമായിട്ടൊരു മാരുതി 800 മേടിച്ചതും പിന്നീട് വണ്ടികൾ 12 റോൾസ് റോയ്സ് ഉണ്ട് റോയ്ക്ക്. ഇപ്പോൾ 12 റോൾസ് റോയ്സ് ഉണ്ട്. പിന്നെ എല്ലാ ലോകത്തെമ്പാടുള്ള എല്ലാ ബ്രാൻഡഡ് വണ്ടികളും അദ്ദേഹത്തിൻ്റെ ദുബായിലെ വീട്ടിലുണ്ട്. ദുബായിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത്. ദുബായിൽ മാത്രമല്ല, ഒരിക്കൽ ദുബായ് എയർ ഷോയിൽ കാണാൻ പോയി. എന്നിട്ട് ഒറ്റയടിക്ക് 11 വിമാനം ഓർഡർ ചെയ്തു. 11 വിമാനം. അപ്പോൾ അത്രമാത്രം കൂറ്റൻ സാമ്പത്തിക നില ഉണ്ടാക്കിയ ആളാണ്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ നോക്കി നിൽക്കെ ഉണ്ടാക്കിയ ആളാണ് റോയ്. അപ്പോൾ റോയിയെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ കുറേ കാലമായി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലുണ്ട്. ഈ കഴിഞ്ഞ നവംബറിലൊരു സംഭവം നടന്നു. കഴിഞ്ഞ നവംബറിൽ ദുബായിലൊരു വമ്പൻ പാർട്ടി നടന്നു. ദുബായിലെ വമ്പൻ പാർട്ടിയിൽ റോയി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദുബായിൽ അല്ലെങ്കിൽ ഗൾഫിൽ GCC കൺട്രികളിൽ വലിയ തോതിൽ വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വെൽവിഷേഴ്സും ക്ലയൻസും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ ഒരു വലിയ മീറ്റിംഗ്, വലിയ വമ്പൻ പാർട്ടിയായിരുന്നു. അതിൽ കേരളത്തിലെ സിനിമാ താരങ്ങളൊക്കെ പങ്കെടുത്തു. പക്ഷേ ആ പാർട്ടിയിൽ പങ്കെടുത്ത ആളുകളെ പിന്നീട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇത് പലതും വാർത്തയായിട്ടില്ല. കാരണം ഇത് ED ആവട്ടെ, IT ആവട്ടെ, ആളുകളെയൊക്കെ വിളിക്കുന്നത് നമ്മളൊന്നും അറിയണമെന്നില്ല. അത് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അവരുടെ റുട്ടീൻ പ്രൊസീജിയറാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഈ ശമ്പളം കിട്ടുന്ന ആളുകൾ കൃത്യമായിട്ട് ഇൻകം ടാക്സിൻ്റെ കടലാസ് കൊടുത്തില്ലെങ്കിൽ IT നോട്ടീസ് വരുമെന്ന് പറയുന്ന പോലെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതിനകത്ത് എന്തെങ്കിലും ദുരൂഹത ഉണ്ടെന്നല്ല പറയുന്നത്. ചില കാര്യങ്ങൾ എന്തോ ചില സസ്പീഷ്യസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പ്രിസ്റ്റോൺ എന്ന് പറയുന്ന ദുബായിലെ ഒരു പുതിയ ആഡംബര സമുച്ചയത്തിൻ്റെ തറക്കല്ലിടൽ അദ്ദേഹത്തിൻ്റെ മകൻ രോഹിത് റോയ് നടത്തിയത്. എമിറേറ്റ്സ് ഹിൽസിലാണ് റോയ് താമസിച്ചത്. ഏറ്റവും വലിയ ആഡംബര വില്ലയിൽ ഏറ്റവും മുന്തിയ കാറുകളുടെ ഒരു നിരയാണ് വീടിൻ്റെ മുറ്റത്തുണ്ടായത്. അപ്പോൾ 11 വിമാനങ്ങൾ ഓർഡർ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ. ആ വിമാനങ്ങളൊന്നും വാങ്ങിയില്ല. ചില കാരണങ്ങളൊക്കെ കൊണ്ട് ആ വിമാനത്തിൻ്റെ കച്ചവടം നടന്നില്ല. പക്ഷേ വിമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമ്പന്നതയിലേക്ക് റോയ് എത്തിയത് വളരെ പെട്ടെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരാളുടെ പെട്ടെന്നുള്ള വളർച്ചയെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇതൊന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ചില ആളുകളുടെ കാറുകൾ കാണാം. കോൺസുലേറ്റ് ജനറൽ, ട്രേഡ് കമ്മീഷണർ, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ചില രാജ്യങ്ങളിലെ ട്രേഡ് കമ്മീഷണർ എന്ന ബോർഡ് വെച്ചുള്ള ചില വണ്ടികൾ ഓടുന്നുണ്ട്. കോൺസുലേറ്റ് ജനറൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ച് ചില വണ്ടികൾ ഓടുന്നുണ്ട്. അപ്പോൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ ട്രേഡ് കമ്മീഷണർമാരൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ അവരുടെ കൊടി വെക്കാം, അവരുടെ അപ്പോൾ ഒരു പ്രത്യേക പതിവ് പോലെ സഞ്ചരിക്കും. അതിനകത്ത് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു പ്രത്യേക പാസ്പോർട്ട് ആ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു പ്രിവിലേജ് കിട്ടും. അതല്ലാതെ പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. അതുപോലെ റോയ്ക്ക് സ്ലോവേനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറൽ പദവി ഉണ്ടായിരുന്നു. ഏതാണ്ട് $2 ലക്ഷം അത്രേ ഇത്തരം ഈ കോൺസുലേറ്റ് ജനറൽ, ട്രേഡ് കമ്മീഷണർ പോലെയുള്ള പദവികൾ വാങ്ങുന്നതിന് കമ്മീഷനായിട്ടാണ് നിലക്കാർക്ക് ആ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണകർത്താക്കൾക്കൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്ലോവേനിയയുടെ കോൺസുലേറ്റ് ജനറൽ എന്നുള്ള പദവി റോയ്ക്കുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് കിട്ടുന്നത്? പൈസ കൊടുത്താണ്. പൈസ കൊടുത്താൽ ആർക്കും കിട്ടും. അത്യാവശ്യം ഒരു ക്രെഡൻഷ്യലുള്ള ഒരു ബിസിനസ്സുകാരനോ ഒക്കെയാണെങ്കിൽ, പണം മുടക്കാൻ തയ്യാറാണെങ്കിൽ ഇത്തരം ട്രേഡ് കമ്മീഷണർ, കോൺസുലേറ്റ് ജനറൽ കുറഞ്ഞ പദവികൾ കിട്ടും. ഇതിൻ്റെ ഗുണം എന്താണ്? ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കൈവശമുള്ളവർക്ക് അന്താരാഷ്ട്ര യാത്രകളിൽ ചില ഇളവുകൾ കിട്ടും, ചില ഇമ്മ്യൂണിറ്റി, ചില ഡിപ്ലോമാറ്റിന് തുല്യമായ പദവികൾ കിട്ടും. അപ്പോൾ നിർബാധം അവർക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ കഴിയും. ഡിപ്ലോമാറ്റ് ബാഗേജിൽ സ്വർണം കടത്തിയിട്ടുണ്ട്, ഡോളർ കടത്തിയിട്ടുണ്ട്. കേരളത്തിലെ കേസാണ്, ഓർക്കുന്നില്ലേ? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത്തരം ഒരു പദവി റോയിയുടെ പക്കലുണ്ടായിരുന്നു. റോയിയുടെ പക്കൽ ഈ വലിയ തോതിൽ പണം വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഫണ്ടിങ് വന്നിട്ടുണ്ട്.
അന്താരാഷ്ട്ര തലത്തിലുള്ള ഫണ്ടുകൾ ഒരു ഇന്ത്യക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് വരികയും അത് ഒരുപാട് വലിയ പദ്ധതികൾക്കായി വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സോഴ്സ് എവിടെയെന്ന് സ്വാഭാവികമായും ഇന്ത്യയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും ആദായ നികുതി വകുപ്പും ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതാണ് എൻ്റെ വരുമാന മാർഗം എന്ന് കാണിച്ചാൽ അവിടെ തീർന്നു. IT എന്താ ചെയ്യുന്ന പരമാവധി? ED പോലും അല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞു ED അല്ല, IT ആണ്. ഇൻകം ടാക്സിന് പല്ലും നഖവും ഇല്ല പ്രിയ. അവർ വന്ന് സാധനം ചിലപ്പോൾ പിടിച്ചെടുത്തോണ്ട് പോകും, അതിന് മകസ തയ്യാറാക്കും. ഇവിടുന്ന് ഞാൻ ഇത്ര ഫയൽ കൊണ്ടുവന്നു, ഇത്ര കിലോ സ്വർണം കൊണ്ടുവന്നു, ഇത്ര കോടി രൂപ പിടിച്ചെടുത്തിരിക്കുന്ന ഒരു റെസിപ്റ്റ് എഴുതി കൊടുക്കും. എന്നിട്ട് ഇത് കോടതി പോയി തൻ്റേതാണെന്ന് തെളിയിച്ചാൽ തിരിച്ചു കിട്ടാം. അല്ലെങ്കിൽ ഇൻകം ടാക്സ് പറയുകയാണ് നിങ്ങൾ 1000 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതിൻ്റെ പെനാൽറ്റിയും അതിൻ്റെ ടാക്സും കൂടെ അടച്ചാൽ സംഗതി കഴിഞ്ഞു. ഇൻകം ടാക്സിൻ്റെ കേസിൽ പ്രതിയായ ഒരാളും ജയിലിൽ കിടന്നിട്ടില്ല, ഒരാളെയും തൂക്കി കൊന്നിട്ടില്ല. മനസ്സിലായില്ല? അപ്പോൾ എന്തിനാണ് ഈ ഒരു നിർദ്ദിഷ്ട ലോക്കർ തുറപ്പിക്കാൻ വേണ്ടി ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയ റോയി അത് തുറക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ, ഇത് ഞാൻ സ്പെക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന കഥയല്ല. നിങ്ങൾ ഇന്നത്തെ മനോരമ പത്രം എടുത്ത് വായിച്ചു നോക്കൂ. മനോരമ പത്രത്തിൽ റോയിയുടെ റോയിയുടെ മരണത്തെക്കുറിച്ച് ഏറ്റവും ഗംഭീരമായി വാർത്ത കൊടുത്ത് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു സല്യൂട്ട് കൊടുത്തിരിക്കുന്ന പത്രം മനോരമയാണ്. ആ മനോരമ പത്രത്തിലെ വാർത്ത വായിച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഒരു ലോക്കർ ഉണ്ടായിരുന്നും ടി.എ. ജോസഫിനെ ചോദ്യം ചെയ്തപ്പോൾ ലോക്കർ സീൽ ചെയ്തെന്നും ആ ലോക്കർ തുറക്കാനായിട്ടാണ് റോയിയെ വിളിച്ചു വരുത്തിയതെന്നും ആ ലോക്കർ തുറക്കുന്നതിന് തൊട്ട് മുമ്പാണ് റോയി സ്വയം വെടിവെച്ചു മരിച്ചതെന്നും മനോരമ ഡയറക്റ്റായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ആ വാർത്തകൾ മൊത്തം വായിക്കുമ്പോൾ പലയിടത്തായി ചിതറിക്കിടക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടി വായിക്കാൻ കഴിയും. അപ്പോൾ റോയി മരിച്ചത് എന്തിനാണെന്നുള്ളൊരു ഉത്തരം റോയിക്ക് അറിയാവുള്ളൂ, അല്ലെങ്കിൽ ആ ലോക്കർ തുറക്കണം. അപ്പോൾ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തുമ്പോൾ 100% സുതാര്യമായിട്ടൊരു ബിസിനസ്സും ഇന്ത്യയിൽ നടത്താൻ പറ്റില്ല. ഇന്ത്യയിലെ സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുക്കണതേ ഇല്ലേ? എന്തിനാ നാട്ടിലെ ലോക്കൽ ഗുണ്ടയ്ക്ക് ഇവരെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ പണ്ട് ഈ മറ്റേ നമ്മുടെ നടിയെ ആക്രമിച്ച കേസിലെ പോലീസ് സംഘം എഴുതിയത് സുനിൽ ഗുണ്ട 600 രൂപ എന്ന് എഴുതാൻ പറ്റുകയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് കൃത്യമായും അതിന് ചില കാര്യങ്ങൾ, ചില അഡ്ജസ്റ്റ്മെൻറ്റ്, ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ റോയി മരിച്ചത് ഒരു വലിയ നഷ്ടമാണ്. കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ഒരു വ്യവസായ പ്രമുഖനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ അദ്ദേഹം മരിച്ചതിന് പിന്നിലെ കാരണം എന്താണ്? ഇപ്പോൾ നോക്കൂ, തഖിയുദ്ദീൻ വാഹിദ് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്വകാര്യ എയർലൈൻസ് തുടങ്ങിയ മലയാളിയാണ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന മറ്റാണ് പേര്. വലിയ തോതിൽ സ്വകാര്യ എയർ ഇന്ത്യ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ആദ്യത്തെ പ്രൈവറ്റ് എയർലൈൻ കമ്പനി തുടങ്ങി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബോംബെ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ച് പോകുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഡി കമ്പനിയുടേതായിരുന്നു. ഡി കമ്പനിയായിട്ട് തെറ്റിയപ്പോൾ ഒരു വെടിയുണ്ടയിൽ തീർന്നു. ഇവിടെ റോയി ഒരു വെടിയുണ്ടയിൽ തീർന്നു അല്ലേ? റോയി ഒരു വെടിയുണ്ടയിൽ തീർന്നു. ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾ തന്നെ പറയാം, രണ്ട് കോവിഡിൻ്റെ സമയത്ത് ഇതുപോലൊരു വലിയ മലയാളി മരിച്ചിട്ടുണ്ട്. ആരറിയോ? ആത്മഹത്യ ചെയ്ത് കപ്പൽ ചോയ് ദുബായിലെ 14 നില കെട്ടിടത്തിൽ നിന്ന് ചാടിയാണ് അദ്ദേഹം മരിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ വീട്, 45,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള 4 ഏക്കർ സ്ഥലത്തിരിക്കുന്ന കൊട്ടാരം, അറക്കൽ പാലസ് എന്നുള്ള കൊട്ടാരം ഉണ്ടാക്കിയ റോയി, ഇന്നോവ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പെട്രോ കെമിക്കൽ കമ്പനിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന റോയി അല്ല, ജോയ്, ഒരു ദിവസം പുക വലിക്കാനാന്ന് പറഞ്ഞിട്ട് തൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിയിലേക്ക് മാറിയിട്ട് 14 നില കെട്ടിടത്തിൽ ചാടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും മകനും ഒപ്പമുണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു കാരണം? ആർക്കും അറിയില്ല. ബിസിനസ്സിലെ തകർച്ചയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ദുരൂഹമായ ചില മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും ആത്മഹത്യയായിരുന്നു. അപ്പോൾ റോയിയുടെ മരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ റോയിയുടെ മരണത്തിൻ്റെ കാരണം ഇനി കണ്ടെത്താനേ ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം സ്വാഭാവികമായും റോയിയെ പോലെയുള്ള ഒരാൾ ഒരു IT-യുടെ റെയ്ഡ് നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ മരിച്ചു കിടക്കുന്ന, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചിട്ടില്ല, ഒരാളെ നമ്മൾ ദുഷിക്കാൻ പാടില്ല. പക്ഷേ സംശയകരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആർക്കും, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും പറയുന്നുണ്ട് സംശയകരമാണ്. എന്തിന് റോയി മരിച്ചു? എന്താണ് റോയി ഭയപ്പെട്ടത്? ആ ലോക്കറിൽ എന്താണ്? ആരെങ്കിലും ഭയപ്പെട്ടോ എന്നുള്ള ഒരു കാര്യമുണ്ട്. ലോക്കർ തുറന്നാൽ ഇനി ആരെങ്കിലും തന്നെ അപായപ്പെടുത്തുമോ എന്നുള്ള ഭയമാണോ? ഇനി ലോക്കർ തുറന്നാൽ അപായപ്പെടുമോ? ലോക്കർ തുറന്നാൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ട്? ലോക്കറിലെ രഹസ്യം പ്രധാനപ്പെട്ടതാണ്. കാരണം റോയിയെ സംബന്ധിച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നത് റോയിയുടെ ചില ഫണ്ടുകൾ, ഇൻ്റർനാഷണൽ റൂട്ടിങ്ങുള്ള ഫണ്ടുകൾ, ദുബായിലുള്ള ഓഫ് ഷോർ അക്കൗണ്ട് വഴിയൊക്കെ വന്നിട്ടുള്ള ചില അക്കൗണ്ടുകൾ ഒക്കെ സംശയകരമാണ് എന്നാണ് IT-യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ED അന്വേഷിച്ചിട്ടുണ്ട്, IT അന്വേഷിച്ചിട്ടുണ്ട്, രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചിട്ടുണ്ട്. കാരണം ഈ തീവ്രവാദം 2 തരത്തിലുണ്ട്. ഒന്ന് ആയുധമെടുത്തുള്ള തീവ്രവാദം, 2 സാമ്പത്തിക കുറ്റകൃത്യം. സാമ്പത്തിക കുറ്റകൃത്യവും ഒരു തരത്തിലുള്ള രാജ്യത്തിനെതിരായ പ്രവർത്തനമാണ്. അദ്ദേഹത്തിന്
കള്ളപ്പണം തന്നെ ആയിക്കോട്ടെ, റോയിയുടെ കയ്യിൽ ഒരു 10,000 കോടിയുടെ കള്ളപ്പണം ഉണ്ടെന്ന് വെക്കട്ടെ, അത് IT പിടിച്ചാൽ എന്താണ്? അതിൻ്റെ ടാക്സ് അടയ്ക്കുക, ബാക്കി പൈസ അതിൻ്റെ എത്രയാണ് 40% വരെയൊക്കെ ചിലപ്പോൾ ടാക്സ് പോകുമായിരിക്കും അല്ലേ. അത് കഴിഞ്ഞാൽ ബാക്കി 6,000 കോടി കയ്യിലിരിക്കും. അപ്പോൾ അങ്ങനെ ലഘുവായി പരിഹരിക്കാവുന്നതാണ് ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ എന്തിനാണ് റോയി രേഖകൾ ആവശ്യപ്പെട്ട് IT ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് തന്നേ പറ്റൂ എന്ന് പറയും? അപ്പോൾ സമ്മർദ്ദത്തിലാക്കി എന്നാണ് പറയുന്നത്. സമ്മർദ്ദം ഉണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്ന കാര്യം അറിയണം എന്ന് പറയുമ്പോൾ സമ്മർദ്ദം ഉണ്ടാവും. കാരണം ആർക്കുണ്ടാവും? കൃത്യമായി ഉത്തരം പറയാൻ കഴിയാത്ത ആൾക്ക് സമ്മർദ്ദമുണ്ടാവും. അപ്പോൾ റോയിയുടെ മരണം വേദനാജനകമാണ്, പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. അതിനെ വളച്ചൊടിച്ച് ഇപ്പോൾ റോയിയുടെ ലീഗൽ അഡ്വൈസറും റോയിയുടെ സഹോദരനുമൊക്കെ അത് കേന്ദ്ര ഏജൻസികളാണ് എന്ന് പറയുകയും അത് ഇവിടുത്തെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽ എടുത്തിട്ട് നരേന്ദ്രമോദി സർക്കാർ പീഡിപ്പിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ചില അപ്രിയ സത്യങ്ങൾ ഇപ്പുറത്തു നിന്നും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് വിവാദങ്ങൾ അവസാനിക്കുന്നില്ല, വിവാദങ്ങൾ തുടരുന്നതിനെയും വിവാദങ്ങളെ പൊളിറ്റിക്കലൈസ് ചെയ്താൽ, രാഷ്ട്രീയവൽക്കരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരാത്മാവിനോട് നീതി കാണിക്കലാവില്ല എന്ന് നമുക്ക് വിനയപൂർവ്വം എല്ലാവരെയും ഓർമ്മിപ്പിക്കാം. അപ്പോഴും ചോദ്യം ബാക്കിയാണ്, എന്താണ് ആ ലോക്കറിൽ? എന്താണ് IT ചോദിച്ചത്? എന്താണ് ITക്ക് കൊടുക്കാൻ റോയിക്ക് കഴിയാതെ പോയത്? അതിൻ്റെ ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക. നമ്മുടെ ലോഗോയിൽ വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബാർ കാണാം, അതിലൊന്ന് വിരലമർത്തിയാൽ മതി. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും അമർത്തണം.